ഹല്ലേലൂയ. എത്ര പേര് സന്തോഷമായിരിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷത്തിൻ്റെ ആ എക്സ്പ്രഷൻ ഓഫ് ജോയ്. എല്ലാവരും തമ്മിൽ just say, are you enjoying the presence of the Lord? തമ്മിൽ ചോദിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി എൻജോയ് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സന്തോഷത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്? താങ്ക് യു പാസ്റ്റർ ഫോർ ഇൻവൈറ്റിംഗ് us once again. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ മുമ്പിൽ വരുവാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്താണ് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നത്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഐ നോ ദാറ്റ് അല്പസമയമേ നമുക്കുള്ളെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഇഷ്ടമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇന്ന് രാവിലെ നമ്മൾ കേട്ട അതേ വചനം തന്നെയാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. സാംസ് 52:8 നമ്മൾ വായിച്ച വചനമാണ്. സങ്കീർത്തനം 52:8. I'll read it in English. But I am like an olive tree thriving in the house of God. I will always trust in God's unfailing love. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ വചനം ഹൗസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ആക്ച്വലി പാസ്റ്റർ ഇപ്പോൾ പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് ഞാൻ ശുശ്രൂഷിക്കുമെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു, ഇഫ് യു ഗെറ്റ് എ ചാൻസ് പാസ്റ്റർ വചനം പറയുവാണെങ്കിൽ യു നീഡ് ടു സേ ഹൗസ് ഓഫ് ഗോഡിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്. ഹൗസ് ഓഫ് ഗോഡ്. ആ വാക്ക് നിങ്ങൾ ഒന്നും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടി I want you to think again and again. We are in the house of God. എത്ര പേർക്ക് ഹൗസ് ഉണ്ട്? നാച്ചുറൽ ഹൗസ്. എത്ര പേര് വീടുകളിൽ താമസിക്കുന്നുണ്ട്? നമ്മളെല്ലാവരും വീടുകളിലാണ് താമസിക്കുന്നത് അല്ലേ? പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ലേഡിയെ കണ്ടു, ഒരു സൈൻ ബോർഡുമായി നിൽക്കുന്നു, ഹോംലെസ് പ്ലീസ് ഹെൽപ്പ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലായി. ഷീ ഈസ് ഹോംലെസ്, വീടില്ല. കർത്താവ് എന്നോട് ആ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ ഈ വാക്ക് പിന്നെയും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുവാനിടയായിത്തീർന്നു. ഷീ ഡസൻറ്റ് ഹാവ് എ ഹൗസ്. അവിടെ ബോർഡ് വെച്ച് നിൽക്കുകയാണ്, ഹൗസ്ലെസ്, ഹോംലെസ്. നമുക്കെല്ലാവർക്കും ഹൗസ് ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് നാച്ചുറൽ ഹൗസാണ്. We are living in the natural house. എല്ലാ ദിവസവും നമുക്ക് ഒരു വീടിനകത്ത് താമസിക്കണം. എത്ര പേർക്ക് വെളിയിൽ നിൽക്കാൻ ഇഷ്ടമുണ്ട്? പ്രത്യേകിച്ച് ടെക്സസിൽ ഈ ചൂട് സമയത്ത് നമുക്ക് മണിക്കൂറുകൾ വെളിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അകത്തേക്ക് കയറുവാനായിട്ട് ഉള്ള ടെൻഡൻസിയാണ്. തിങ്ക് അബൌട്ട് ദാറ്റ്. ഹൗസ് ഓഫ് ഗോഡ്. വി ആർ ഇൻ എ ഹൗസ് ഓഫ് ഗോഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിൻ്റെ ഭവനത്തിനകത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നു. ഹല്ലേലൂയ. വി ആർ ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. ഐ ഡോണ്ട് നോ, ഗോഡ് ഈസ് റിമൈൻഡിങ് യു. ഇത് വെറുതെ ഉള്ള ഒരു സ്ഥലമല്ല. ദിസ് ഈസ് യുവർ ഓൺ പ്രോപ്പർട്ടി അല്ലേ? ഇത് സഭയുടേതായ പ്രോപ്പർട്ടിയാണ്. ഇത് മനോഹരമായ ഒരു ബിൽഡിംഗ് ഉണ്ട്. ദിസ് ഈസ് എ ഹൗസ്, ലിറ്ററലി എ നാച്ചുറൽ ഹൗസ്, എ നാച്ചുറൽ പ്ലേസ് ടു കം ഇൻ സൈഡ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദിസ് ഈസ് ദ ഹൗസ് ഓഫ് ഗോഡ്. ദിസ് ഈസ് എ സ്പിരിച്വൽ ഹൗസ്. ലെറ്റ്സ് ഗോ ടു ദാറ്റ് വേഴ്സ് വിച്ച് കർത്താവ് എന്നോട് സംസാരിച്ച വചനം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. വിൽ ഗോ ടു ദാറ്റ് വേഴ്സ്. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 4-5. ഒരാൾക്ക് മലയാളത്തിൽ വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 4-5. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീയ ഗ്രഹം, ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ
ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ വേറൊരു വേർഡാണ് ഇറ്റ്സ് എ ആത്മീയ ഗ്രഹം, സ്പിരിച്വൽ ഹൗസ്. വി ആർ ഇൻ എ സ്പിരിച്വൽ ഹൗസ്. ദൈവത്തിൻ്റെ ഹൗസിലായിരിക്കുന്നത് നമ്മൾ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിലായിരിക്കണം. ജഡപ്രകാരം ഈ ഹൗസ് നടക്കത്തില്ല. ജഡപ്രകാരം ദൈവത്തിൻ്റെ ഹൗസ് മുന്നോട്ട് പോകുകയില്ല. നമ്മൾ വായിച്ചു സങ്കീർത്തനം 52:8 വി വിൽ ത്രൈവ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ തഴച്ചു വളരും. എങ്ങനെയാ തഴച്ചു വളരുന്നത്? ദൈവത്തിൻ്റെ സഭയിൽ, ദൈവത്തിൻ്റെ ഹൗസിൽ, ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മൾ എങ്ങനെയാ തഴച്ചു വളരുന്നേ? ആത്മീയമായി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ നാച്ചുറൽ ഹൗസിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എത്ര പേരുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർ, ലഞ്ച് കഴിക്കുന്നവർ, ഡിന്നർ കഴിക്കുന്നവർ, വെള്ളം കുടിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും ചെയ്യും അല്ലേ? അത് നാച്ചുറൽ ഹൗസിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഹൗസ് shall thrive only by the spiritual food, spiritual water. Hallelujah. ഈ സഭ വളരുന്നത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്താൽ. അത് ആത്മീയ ഫുഡാണ്, ആത്മീയ ആഹാരമാണ്. ആത്മീയ വാട്ടർ എന്താണ്? സ്പിരിച്വൽ വാട്ടർ എന്താണ്? പരിശുദ്ധാത്മാവ്. സോ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും മാത്രമേ നമ്മൾ ത്രൈവ് ചെയ്യപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മീയ സഭയിലായിരിക്കുന്ന, ആത്മീയ ഹൗസിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഗോഡ് വാണ്ട്സ് ടു റിമൈൻഡ് യു വൺസ് അഗെയിൻ, യു ആർ ഇൻ എ സ്പിരിച്വൽ ഹൗസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മീയ ഗ്രഹം, സ്പിരിച്വൽ ഹൗസ്. നമ്മൾ വായിച്ചു സങ്കീർത്തനത്തിൽ വി ആർ ഇൻ എ ഹൗസ് ഓഫ് ഗോഡ്. സ്പിരിച്വൽ ഹൗസ്, ഹൗസ് ഓഫ് ഗോഡ്. ഇംഗ്ലീഷിൽ 2 വാക്കാണ്. സ്പിരിച്വൽ ഹൗസിൽ ആത്മീയ ഗ്രഹത്തിലാണ്, ഹൗസ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സന്തോഷിക്കുക. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറയാം, യു ആർ ഇൻ എ സ്പിരിച്വൽ ഹൗസ്. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിങ്ങൾ ആത്മീയ ഗ്രഹത്തിലാണ്. സന്തോഷം ഇല്ലല്ലോ? നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വരട്ടെ. ഐ നോ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഹൗസിൽ നമ്മൾ പറയാറുണ്ട് ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്, ചിൽഡ്രൻ ഉണ്ട്. അതേപോലെ ഇവിടെയും ആത്മീയ പിതാക്കന്മാരുണ്ട്, ആത്മീയ മാതാക്കളുണ്ട്, ആത്മീയ ചിൽഡ്രൻ ഉണ്ട്. ഹല്ലേലൂയ. സെയിം കോൺസെപ്റ്റ്. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഡിസൈൻഡ് ആണ്, വളരെ ഓർഡർലി ആണ്. സെയിം കോൺസെപ്റ്റ് ലൈക്ക് എ നാച്ചുറൽ ഫാമിലി, ദ സ്പിരിച്വൽ ഫാമിലിയും കർത്താവ് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. അവിടെയും ഫാദേഴ്സ്, മദേഴ്സ്, ചിൽഡ്രൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇവിടെ സ്പിരിച്വൽ ചിൽഡ്രൻ ഉള്ളതിനാൽ? ഇനിയും കൂടുതൽ ആൾക്കാരെ വേണ്ടേ? യങ് ജനറേഷന് ആവശ്യമില്ലേ? യങ് ജനറേഷൻ ഇതിനകത്ത് വരണ്ടേ? ആത്മീയ പിതാക്കന്മാരെ, മാതാക്കളെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീയമായി വളർന്നു, പിതാക്കന്മാരായി, ആത്മീയമായി വളർന്നു, ആത്മീയ മാതാക്കളായി. പക്ഷെ നമുക്കിനി പുതിയ ആൾക്കാരെ ആവശ്യമുണ്ടോ? പുതിയതായിട്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്? പുതുതായിട്ട് ആൾക്കാർ വരണം. ഈ ആത്മീയ ഗ്രഹത്തിൽ പുതിയതായി കുഞ്ഞുങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഈ സഭ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ എത്ര പേര് ആത്മാവിൽ കാണുന്നുണ്ട്? എത്ര പേർക്ക് ആ ഇമാജിനേഷൻ ഉണ്ട്? പരിശുദ്ധാത്മാവിൽ ഒന്ന് കണ്ടേ, പരിശുദ്ധാത്മാവിൽ ഒന്ന് കണ്ടേ. ഇത് ആത്മീയ ഗ്രഹമാണ്. ഇത് ഇവിടെ ജഡം വർക്ക് ചെയ്യത്തില്ല. ജഡം വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനനുസരിച്ച് അത് താഴോട്ടേ പോകത്തുള്ളൂ. ജഡത്തിൽ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. I'll tell you, this is God's word. The flesh will not work in the spiritual house. പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനം മാത്രമേ ആത്മീയ ഭവനത്തിൽ, ഹൗസ് ഓഫ് ഗോഡിൽ, ദൈവത്തിൻ്റെ വീട്ടിൽ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ നോക്കിയാലും, ആത്മാവിലല്ലാതെ ജഡത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ നോക്കിയാലും അത് ഫങ്ഷൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കി ഒന്നുകൂടെ പറഞ്ഞേ, ആത്മീയ ഹൗസിലാണെന്ന് പറ. നിങ്ങൾ ആത്മീയ ഗ്രഹത്തിലാണെന്ന് പറ. ആത്മീയ ഗ്രഹത്തിലാണ്.
ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു, ഒരു പ്രാവശ്യം നമുക്കത് വായിക്കാം. ആസ് യു കം ടു ഹിം, ദ ലിവിങ് സ്റ്റോൺ റിജക്റ്റഡ് ബൈ ഹ്യൂമൻസ് ബട്ട് ചോസൻ ബൈ ഗോഡ് ആൻഡ് പ്രഷ്യസ് ടു ഹിം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവം ചൂസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതിൽ? നമ്മളെ ഓരോരുത്തരെയും അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നവരെ കർത്താവ് പിക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ ആത്മീയ ഗ്രഹം. ഹല്ലേലൂയ. ആൻഡ് പ്രഷ്യസ് നമ്മൾ ഓരോരുത്തരും കർത്താവിന് ഭയങ്കര പ്രഷ്യസാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ എക്സ്പെക്റ്റേഷൻ, നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിക്കുവാൻ വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെ എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ചൂസ് ചെയ്ത, കർത്താവിൻ്റെ പിക്ക്, നമ്മൾ പിക്ക് ചെയ്യുവല്ല, കർത്താവ് ചൂസ് ചെയ്യുന്ന, കർത്താവിന് പ്രഷ്യസ് ആയിരിക്കുന്ന അനേകർ ചുറ്റുവട്ടത്തുമുണ്ട്. ഹല്ലേലൂയ. ഈ ആത്മീയ ഗ്രഹത്തിലേക്ക് അവർ വരണം. നമ്മളെ ഓരോരുത്തരെയും പിക്ക് ചെയ്ത് ഈ ബിൽഡിങ്ങിനകത്ത് എത്ര ബ്രിക്സ് കാണും അല്ലേ? ഇവിടെ ഇത് പണിതവരോട് ചോദിച്ചറിയാം. ഒത്തിരി ബ്രിക്സ് ഉണ്ട്, ഒത്തിരി ഇഷ്ടികളുണ്ട്. ഇതേ കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് യു കം ടു ഹിം ഇൻ ദ ലിവിങ് സ്റ്റോൺ റിജക്റ്റഡ് ബൈ ഹ്യൂമൻസ്. സ്റ്റോൺ എന്നുള്ള വേർഡ് കണ്ടോ? മലയാളത്തിൽ എന്താണ്? കല്ല്. നമ്മൾ ഓരോരുത്തരും ഓരോ കല്ലുകളായി ഇവിടെ ഈ ആത്മീയ ഗ്രഹം പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സോ അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾ പ്രഷ്യസ് സ്റ്റോൺ ആണെന്ന് പറ. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോൺ ആണെന്ന് പറയുക. നമ്മൾ ഓരോരുത്തരും ഓരോ കല്ലുകളാണ്. ഈ ആത്മീയ ഗ്രഹം പണിയുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പിക്ക് ചെയ്ത് ഇവിടെ പണിതുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ അനേകർ ഇവിടെ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ആത്മീയ ഗ്രഹമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ചിന്തിക്കുക. ഇത് ആത്മീയ ഗ്രഹമാണ്. ഇത് ജഡത്തിൽ വർക്ക് ചെയ്യുന്ന ഗ്രഹമല്ല. ഇത് പരിശുദ്ധാത്മാവ് പണിയുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ലെറ്റ്സ് ഗോ ടു വേഴ്സ് നമ്പർ 5. യു ഓൾസോ ലൈക്ക് ലിവിങ് സ്റ്റോൺസ്. എത്ര പേർക്ക് ജീവനുണ്ട്? ലിവിങ് സ്റ്റോൺ, ജീവനുള്ള കല്ലുകളായിരിക്കണം. ഇവിടെ ഡെഡായിട്ടുള്ള സ്റ്റോൺ വർക്ക് ചെയ്യപ്പെടത്തില്ല. നമുക്ക് ജീവൻ ഉണ്ടായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പാഷൻ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു തീഷ്ണത ഉണ്ടായിരിക്കണം. ജീവൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. then being built. ഇത് പണിയപ്പെടുന്ന ഒരു ഹൗസാണ്, ഗ്രഹമാണ്. ഇത് പണിതുകൊണ്ടേയിരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ടോ? ഈ ആത്മീയ ഗ്രഹത്തിൻ്റെ പണി തീർന്നെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? നിങ്ങളുടെ കരങ്ങൾ കാണട്ടെ. അങ്ങനെയാണെങ്കിൽ you need to really check your spiritual life. ഈ പണി അവസാനിക്കത്തില്ല. കർത്താവിൻ്റെ വരവ് വരെ ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് വരെ ഈ ആത്മീയ ഗ്രഹം പണിതുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് ഒരു പ്രാവശ്യം പറ, പണി തീർന്നിട്ടില്ലെന്ന് പറ. പണി തീർന്നിട്ടില്ല. സന്തോഷത്തോടെ പറ, പണി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. I feel the anointing. കർത്താവിൻ്റെ സഭയുടെ, കർത്താവിൻ്റെ ഹൗസിൻ്റെ, this spiritual house has to be built. ഇനിയും പണിയപ്പെടുവാനുണ്ട്. അനേക സ്റ്റോൺസ്, അനേക കല്ലുകൾ വെച്ച് ഇത് മേലോട്ട് പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. എത്ര പേർക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള സന്തോഷമുണ്ട്? ദൈവത്തിൻ്റെ സഭ പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൻ്റെ പണി തീർന്നു പോയിട്ടില്ല. നമ്മൾ പറയാണ് തീർന്നു. ഈ കല്ലുകൊണ്ട്, ഞാനെന്ന് പറയുന്ന കല്ലുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനത്തെ വിശ്വസിക്കുന്നില്ല, അതിനെതിരായി സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. ലോകമെമ്പാടും കർത്താവിൻ്റെ സഭ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ഈ സഭ, ICA ചർച്ച്, അതിൻ്റെ ഒരു പാർട്ടാണ്. കർത്താവിൻ്റെ സഭയുടെ ഒരു പാർട്ടാണ്. നമുക്കിതിനകത്ത് വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് വളരെ തീഷ്ണതയുള്ളവരായിരിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം, ഈ ജനറേഷൻ, ഈ അവസരം, ഈ സമയം ഇനി നമുക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ. We all have to go to heaven. All have to go to heaven one day. അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വരവ് വരെ ഉള്ളൂ നമുക്ക് സമയം.
സോ വി നീഡ് ടു നോ ഇത് പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു പ്രാവശ്യം കൂടെ അത് വായിക്കാം. വേഴ്സ് നമ്പർ 5. യു ഓൾസോ ലൈക്ക് ലിവിങ് സ്റ്റോൺസ് ആർ ബീങ് ബിൽറ്റ് ഇൻ ടു എ സ്പിരിച്വൽ ഹൗസ്. മലയാളത്തിൽ ഒരു പ്രാവശ്യം കൂടെ അത് വായിക്കാം. 5-ാം വാക്യം. നിങ്ങളും നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം. Let's stop over there. Okay. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മൾ സ്പിരിച്വൽ സാക്രിഫൈസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഓഫറിങ് സ്പിരിച്വൽ സാക്രിഫൈസസ്. വെരി പവർഫുൾ. ഓരോ വാക്കും എടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷെ ഐ എം ജസ്റ്റ് ഗോയിങ് ജസ്റ്റ് ടച്ചിങ് ദാറ്റ് വേർഡ്സ്. സ്പിരിച്വൽ സാക്രിഫൈസസ്. നമ്മളിവിടെ എന്തെങ്കിലും കാളയോ ആടിനെയോ പ്രാവിനെയോ കൊണ്ട് യാഗം അർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കുന്ന സമയത്ത് ഓരോ തിങ്സും കൊണ്ടുവരണം. അനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ്, ട്രീസ്, ഇങ്ങനെ ഓരോന്നിനെയും കൊണ്ടുവരണമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ അർപ്പിക്കുന്ന എന്താണ്? ആത്മീയ യാഗം. ഹല്ലേലൂയ. ആത്മീയ യാഗം എന്താണ്? വായിൽ നിന്ന് വരുന്ന സ്തുതികൾ. ഹല്ലേലൂയ. വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ, വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, ആത്മാവിലുള്ള ആരാധന, ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള വചന ശുശ്രൂഷ നമ്മൾ ഇവിടെ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ നമ്മൾ ഫുഡ് കഴിച്ചെന്നിരിക്കും, നാച്ചുറൽ ഫുഡ് കഴിച്ചെന്നിരിക്കും, ബിരിയാണി കഴിച്ചെന്നിരിക്കും, വെള്ളം കുടിച്ചെന്നിരിക്കും. പക്ഷേ അതല്ല നമ്മുടെ പ്രയോറിറ്റി. ബിരിയാണി കഴിക്കാനാണോ നമ്മളിവിടെ വരുന്നത്? എത്ര പേര് ബിരിയാണി കഴിക്കാൻ ചർച്ചിൽ വരും? അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ ഇവിടെ വരും? ഫുൾ മീൽസ്, കേരള മീൽസ് കഴിക്കാനാണോ നമ്മളിവിടെ വരുന്നത്? എത്ര പേര് കേരള മീൽസ് കഴിക്കാൻ ദൈവത്തിൻ്റെ സഭയിൽ വരുന്നു? നമ്മൾ ആരും വരത്തില്ല. ബിക്കോസ് ദിസ് ഈസ് എ സ്പിരിച്വൽ ഹൗസ്. അതിൻ്റെ കൂടെ കേരള മീൽസ് കാണും. ചിലപ്പോൾ ബിരിയാണി കണ്ടെന്നിരിക്കും, ചിലപ്പോൾ സോഡ കണ്ടെന്നിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള സോഡ കൊടുത്തെന്നിരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് ദിസ്. ദിസ് ഈസ് ഓൾ അബൌട്ട് സ്പിരിച്വൽ ഹൗസ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ തട്ടി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള എരിവുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള എരിവുണ്ടാകട്ടെ. ആത്മീയ ഗ്രഹത്തിലാണെന്നുള്ള എരിവുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള മടുപ്പുകൾ മാറട്ടെ. ആത്മീയ ഗ്രഹത്തെക്കുറിച്ചുള്ള മടുപ്പുകൾ മാറട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കട്ടെ. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. എനിക്ക് അനേക വാക്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സഭയിൽ ആത്മീയ ഗ്രഹത്തിൽ നടക്കേണ്ട 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകാം. ഒന്ന്, 1 Thessalonians 4:9 എഴുതിക്കുന്നു, ലവ് ഫോർ വൺ അനദർ. ഈ ഗ്രഹത്തിൽ, ഈ ഹൗസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 വാക്ക് നോട്ട് ചെയ്യണം. ദിസ് ഇസ് എ ഹൗസ് ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഇസ് എ സ്പിരിച്വൽ ഹൗസ്. ഒരു പ്രാവശ്യം കൂടെ അത് പറഞ്ഞേ. ദിസ് ഇസ് എ ഹൗസ് ഓഫ് ഗോഡ്. ഒരു പ്രാവശ്യം കൂടെ ഉറക്കെ പറഞ്ഞേ എല്ലാവരും. ദിസ് ഇസ് എ ഹൗസ് ഓഫ് ഗോഡ്. ഉറക്കെ. ഹൗസ് ഓഫ് ഗോഡ് ആൻഡ് എ സ്പിരിച്വൽ ഹൗസ്. അവിടെ 2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ലവ് വൺ അനദർ. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങളോട് പറയാൻ, ലവ് ഫോർ വൺ അനദർ. തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. ആത്മീയ ഗ്രഹത്തിൽ വന്നവർ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യണം. ജഡത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹെയ്റ്റ്. ഓപ്പോസിറ്റ് ഓഫ് ലവ് ഇസ് ഹെയ്റ്റ്. ഇഷ്ടമല്ല, വെറുക്കുക, അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്ന ലവ് ഫോർ വൺ അനദർ. രണ്ടാമത്തെ കാര്യം Romans 12:16. I'm just mentioning because my time is over. Live in harmony with one another. Live in harmony with one another. ഐക്യതയോടെ മുന്നോട്ട് പോകുക. One another. നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് ഞാനൊരു വേർഡ് തരികയാണ്. ബൈബിളിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. യു ക്യാൻ സ്റ്റഡി അന്യോന്യം. മലയാളത്തിൽ അന്യോന്യം എന്ന് പറഞ്ഞ്, ഇംഗ്ലീഷിൽ വൺ അനദർ. just study that word, one another or each other.
ആത്മീയ ഗ്രഹത്തിൽ നടക്കുന്നത് അനേക നന്മകളാണ്. ഹല്ലേലൂയ. ലവ് വൺ അനദർ, live in harmony with one another, serve one another. Just read it. Accept one another, instruct one another, encourage one another, greet one another. I have a lot of verses, but I'm not going to take it. ഇത് സ്പിരിച്വൽ ഹൗസിൽ നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആത്മീയ ഗ്രഹത്തിൽ നടക്കേണ്ട സംഭവങ്ങളാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, ഒരുമിച്ച് ഐക്യതയോടെ മുന്നോട്ട് പോവുക, തമ്മിൽ തമ്മിൽ സെർവ് ചെയ്യുക, തമ്മിൽ തമ്മിൽ സെർവ് ചെയ്യുക, തമ്മിൽ തമ്മിൽ എൻകറേജ് ചെയ്യുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ സഭയെ, ദൈവഗ്രഹത്തെ, ഈ സ്പിരിച്വൽ ഹൗസിനെ അനേക മടങ്ങളായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. I have only 2 minutes. Let's stand up. Let's stand up. Hold your hands to the next person. ഒരുമിച്ച് കരങ്ങളെ കോർത്ത് പിടിക്കാം. ഒരുമിച്ച് കരങ്ങളെ കോർത്ത് പിടിക്കാം. നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നവർ ഒരുമിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്രഹമായി. ഇത് നമ്മുടെ ആരുടെയും ഗ്രഹമല്ല. I told you this is a house of God. It's not a house of a pastor. This is not a house of a family. This is a spiritual house. എല്ലാവരും വാകളെ തുറന്നേ. എല്ലാവരും വാകളെ തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചേ. റുബാര ഗശാന്റന രകസി. This is a spiritual house. നിങ്ങളുടെ വാഗോണ്ട് പറയുക, ഇത് ആത്മീയ ഗ്രഹമാണെന്ന് വാഗോണ്ട് പറയുക. ഇത് ആത്മീയ ഗ്രഹമാണ്. This is a house of God. This is a house of God. This is a house of God. ഈ ഭവനത്തിനെതിരായിട്ടുള്ള എല്ലാ ദുഷ്ടന്റെ ആയുധങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുഷ്ടന്റെ പ്ലാനുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഈ ദൈവസഭ ഹല്ലേലൂയ പണിയപ്പെടട്ടെ. അല്പസമയം സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അല്പസമയം ഈ സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. അനേകർ ഇതിനകത്ത് കടന്നു വരുവാൻ, അനേകർ ഇതിനകത്ത് കടന്നു വരുവാൻ. നമ്മൾ കേട്ടതുപോലെ അനേക കല്ലുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിവിടെ അകത്ത് വന്ന് പണിയപ്പെടട്ടെ. ലിവിംഗ് സ്റ്റോൺ ആയിട്ട് ഇതിനകത്ത് പണിയപ്പെടട്ടെ. Thank you Lord for giving us this time, Lord Jesus. കർത്താവേ, ഈ സഭയെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനമുള്ളതിനായി സ്തോത്രം. തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളതിനായി സ്തോത്രം. തമ്മിൽ തമ്മിൽ ഐക്യതയുള്ളതിനായി സ്തോത്രം. തമ്മിൽ തമ്മിൽ സെർവ് ചെയ്യുന്നതിനായി സ്തോത്രം. തമ്മിൽ തമ്മിൽ എൻകറേജ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകർ ഇതിനകത്ത് കടന്നു വന്ന് കർത്താവിന്റെ ഗ്രഹത്തിനകത്ത് ഈ സ്പിരിച്വൽ ഹൗസിൽ കൂടെയുള്ള സകല നന്മകളും ഞങ്ങൾ വായിച്ചതുപോലെ ഒലിവ് ട്രീ പോലെ ത്രൈവ് ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ചു കർത്താവിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ. Thank you, Pastor. May be seated. Sunday school night.